ഒരു പുസ്തകം 600 വർഷത്തിലേറെ പഴക്കം. പക്ഷേ ഇന്നുവരെ ലോകത്ത് ഒരു മനുഷ്യനും അത് പൂർണ്ണമായി വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാഷാ ശാസ്ത്രജ്ഞർ, ക്രിപ്റ്റോഗ്രഫി വിദഗ്ധർ, CIA, NSA, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാവരും ശ്രമിച്ചു. എന്നിട്ടും ഈ പുസ്തകം ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. ഇതാണ് വോയ്നിഷ് മാനുസ്ക്രിപ്റ്റ് മിസ്റ്ററി. വർഷം 1912. പോളിഷ് പുസ്തക വ്യാപാരിയായ വിൽഫ്രഡ് വോയ്നിഷ് ഇറ്റലിയിലെ ഒരു പുരാതന ലൈബ്രറിയിൽ നിന്ന് ഒരു വിചിത്ര പുസ്തകം കണ്ടെത്തി. പിന്നീട് ആ പുസ്തകം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ അറിയപ്പെട്ടു, വോയ്നിഷ് മാനുസ്ക്രിപ്റ്റ്. ആദ്യ നോട്ടത്തിൽ സാധാരണ കയ്യെഴുത്ത് പുസ്തകം. പക്ഷേ അത് തുറന്നപ്പോൾ എല്ലാവരും ഞെട്ടി. പുസ്തകത്തിൽ 100 കണക്കിന് പേജുകൾ, ഓരോ പേജിലും വിചിത്രമായ അക്ഷരങ്ങൾ. ലോകത്തിലെ ഒരു ഭാഷയുമായി സാമ്യമില്ല. ലാറ്റിൻ അല്ല, ഗ്രീക്ക് അല്ല, അറബിക് അല്ല, ചൈനീസ് അല്ല. ഇന്നുവരെ അറിയപ്പെടുന്ന ഒരു ഭാഷയുമായും ഇത് പൊരുത്തപ്പെടുന്നില്ല. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ അക്ഷരങ്ങൾ വെറുതെ എഴുതിയതുപോലെയല്ല. ഒരു യഥാർത്ഥ ഭാഷയ്ക്കുള്ള വ്യാകരണ രീതികളും പദങ്ങളുടെ ആവർത്തനവും ഇതിലുണ്ട്. പുസ്തകത്തിൽ എഴുത്തു മാത്രമല്ല, 100 കണക്കിന് ചിത്രങ്ങളുമുണ്ട്. ആർക്കും തിരിച്ചറിയാൻ സാധിക്കാത്ത സസ്യങ്ങൾ, വിചിത്രമായ നക്ഷത്രങ്ങളുടെ ചിത്രങ്ങൾ, ജ്യോതിശാസ്ത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വൃത്താകൃതിയിലുള്ള രേഖാചിത്രങ്ങൾ, മരുന്ന് തയ്യാറാക്കുന്നത് പോലുള്ള ചിത്രങ്ങൾ, ചില മനുഷ്യരൂപങ്ങളും. ഇവയെല്ലാം ചേർന്നപ്പോൾ ഈ പുസ്തകത്തിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. വർഷങ്ങളോളം ഇത് വ്യാജമാണോ എന്ന സംശയം നിലനിന്നു. പക്ഷേ പിന്നീട് ശാസ്ത്രജ്ഞർ പുസ്തകത്തിൻ്റെ താളുകൾ റേഡിയോ കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ച് പരിശോധിച്ചു. ഈ പുസ്തകം ഏകദേശം 1404 മുതൽ 1438 വരെയുള്ള കാലഘട്ടത്തിൽ നിർമ്മിച്ചതാണെന്ന് കണ്ടെത്തി. അതായത് ഇത് യഥാർത്ഥത്തിൽ മധ്യകാലഘട്ടത്തിലെ ഒരു പുരാതന പുസ്തകമാണ്. ലോകത്തിലെ പ്രശസ്ത ക്രിപ്റ്റോഗ്രഫി വിദഗ്ധർ, 2ാം ലോക മഹായുദ്ധകാലത്ത് കോഡുകൾ പൊളിച്ചവർ പോലും ഈ പുസ്തകം വായിക്കാൻ ശ്രമിച്ചു. ഒരാളും വിജയിച്ചില്ല. പിന്നീട് കമ്പ്യൂട്ടറുകളും AI-യും മെഷീൻ ലേണിംഗും ഉപയോഗിച്ച് പഠനം നടന്നു. എന്നിട്ടും പൂർണ്ണമായും വിവർത്തനം ഇന്നുവരെ ലഭിച്ചില്ല. അപ്പോൾ ഈ പുസ്തകം യഥാർത്ഥത്തിൽ എന്താണ്? ഒരു തിയറി, ഇത് നഷ്ടപ്പെട്ട പുരാതന ഭാഷയായിരിക്കാം. മറ്റൊരു തിയറി, രഹസ്യ കോഡിൽ എഴുതിയ ശാസ്ത്രീയ രേഖ. ചിലർ പറയുന്നത് മരുന്നുകളെക്കുറിച്ചുള്ള കൈപ്പുസ്തകമാണെന്നാണ്. മറ്റു ചിലർ ഇത് വെറും തട്ടിപ്പിനായി നിർമ്മിച്ച വ്യാജക പുസ്തകമാണെന്നും കരുതുന്നു. എന്നാൽ ഇതുവരെ ഒരു തിയറിയും ഉറപ്പിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് ഈ പുസ്തകം സൂക്ഷിച്ചിരിക്കുന്നത് അമേരിക്കയിലെ പ്രശസ്തമായ യെയിൽ യൂണിവേഴ്സിറ്റിയുടെ ബെയ്നിക്കി റെയർ ബുക്ക് ആൻഡ് മാനുസ്ക്രിപ്റ്റ് ലൈബ്രറിയിലാണ്. ലോകമെമ്പാടുമുള്ള ഗവേഷകർ ഇന്നും അതിനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും പുതിയ തിയറികളും വരുന്നു. പക്ഷേ രഹസ്യം ഇപ്പോഴും തുടരുന്നു. 600 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു പുസ്തകം, ഇന്നും വായിക്കാൻ കഴിയാത്ത ഒരു ഭാഷ, ലോകത്തിലെ ഏറ്റവും മികച്ച വിദഗ്ധർ പോലും പരാജയപ്പെട്ടു. ഇത് ഒരു നഷ്ടപ്പെട്ട ഭാഷയാണോ? ഒരു രഹസ്യ കോഡാണോ? അല്ലെങ്കിൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ ബുദ്ധിപരമായ പസിളാണോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഞാൻ നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.